കോട്ടയത്ത് നിന്ന് ഞങ്ങൾ തുടരുകയാണ് ഒരു യാത്ര. ഇപ്പോഴത്തെ ഈരാറ്റുപേട്ട വാഗമൺ റോഡ് നേരിൽ കാണാനായി. പച്ചപ്പട്ട് വിരിച്ച കുന്നിൻ ചെരുവുകൾക്കിടയിലൂടെ പട്ടുമെത്ത പോലെ മനോഹരമായി മാറിയിട്ടുണ്ട് ഈരാറ്റുപേട്ട വാഗമൺ റോഡ്. ഇന്ന് ആകാശക്കാഴ്ച കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം നമ്മുടെ മനം നിറയ്ക്കും. രണ്ട് വർഷം മുൻപ് വരെ ഇതായിരുന്നു വാഗമൺ റോഡിൻ്റെ സ്ഥിതി. LDF സർക്കാരിൻ്റെ ഇടപെടലിലൂടെ പ്രതിസന്ധി പരിഹരിച്ച ശേഷമാണ് ഇന്നു കാണുന്ന രീതിയിൽ റോഡ് മനോഹരമായി മാറിയത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി ഏറെ തകർന്നു കിടന്നിരുന്ന ഒരു റോഡായിരുന്നു ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണിലേക്കുള്ള 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ്. അപ്പോൾ ഈ റോഡ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുമ്പ് അനുവദിച്ചിരുന്ന വീതി കൂട്ടി നിലവാരം വർദ്ധിപ്പിച്ച് ടാർ ചെയ്യാൻ ആവശ്യമായ പണം 64 കോടി രൂപ അനുവദിച്ചിരുന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ 20 കോടി രൂപ വീണ്ടും ബഹുമാനപ്പെട്ട മന്ത്രി PA മുഹമ്മദ് റിയാസ് മുൻകൈയെടുത്ത് അനുവദിക്കുകയും ആ തുക ഉപയോഗിച്ച് DMBC നിലവാരത്തിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വളരെ മികച്ച നിലയിൽ റോഡ് പൂർത്തീകരിക്കുകയും ചെയ്തു. ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഫലമായി, പൊതുമരാമത്ത് വകുപ്പിൻ്റെ കാര്യക്ഷമതയുടെ ഫലമായി ഈരാറ്റുപേട്ട വാഗമൺ റോഡ് ഏറ്റവും മനോഹരമായി പുനർനിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമാണ് സൂചിപ്പിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ പണി കഴിച്ച ഗ്ലാസ് ബ്രിഡ്ജ് കൂടി യാഥാർത്ഥ്യമായതോടെ വാഗമണിലേക്ക് ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഒറ്റപ്പെട്ട പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ വലിയ വാർത്തയാകുമ്പോൾ ഇത്തരം മനോഹരമായ റോഡുകൾ പലപ്പോഴും നമ്മൾ കാണാതെ പോവുകയാണ് പതിവ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.